നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യലക്ഷ്മി, തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ഫാർമക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ്. നവംബർ 18 മുതൽ 24 വരെ എല്ലാ വർഷവും നാം ലോക ആൻറ്റിബയോട്ടിക് അവയർനെസ് വീക്കായി ആചരിക്കുന്നു. ഈ വർഷത്തെ ലോകാരോഗ്യ സംഘടനയുടെ തീം എന്നത് സ്പ്രെഡ് അവയർനെസ് ആൻഡ് സ്റ്റോപ്പ് റെസിസ്റ്റൻസ് എന്നതാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ വളരെയേറെ സംഭാവനകൾ നൽകിയ ഒരു കൂട്ടം മരുന്നുകളാണ് ആൻറ്റിബയോട്ടിക്കുകൾ. നിരവധി ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവൻ രക്ഷാ മരുന്നായി പ്രവർത്തിക്കാൻ ഇതിന് സാധിച്ചിട്ടുണ്ട്. ഇവ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്നു. എന്നാൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് അഥവാ ഈ മരുന്നുകളോട് സൂക്ഷ്മാണുക്കൾ പ്രതിരോധം ആർജിക്കുന്ന ഒരു പ്രതിഭാസം ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. വ്യാപകമായ ആൻറ്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം തന്നെയാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. നമുക്കിടയിൽ സാധാരണ സംഭവിക്കാറുള്ള ഒരു ഇൻസിഡൻറ്റോടെ ഞാനത് വ്യക്തമാക്കാം. വിട്ടുമാറാത്ത പനി, തൊണ്ടവേദന എന്നീ ലക്ഷണങ്ങളോടെ ഒരു ഡോക്ടറെ സമീപിക്കുന്ന രോഗിക്ക് വിശദമായ പരിശോധനകൾക്ക് ശേഷം 7 ദിവസത്തേക്ക് ഡോക്ടർ ഒരു ആൻറ്റിബയോട്ടിക് കുറിച്ചു കൊടുത്തു എന്ന് കരുതുക. എന്നാൽ ചിലരെങ്കിലും 3-4 ദിവസങ്ങൾക്ക് ശേഷം അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ പൂർണ്ണമായി മാറുമ്പോൾ മരുന്ന് സ്വയം നിർത്തുന്ന ഒരു പ്രവണത കണ്ടുവരാറുണ്ട്. ഈ അവസ്ഥയിൽ രോഗിയുടെ ശരീരത്തിൽ നിന്ന് സൂക്ഷ്മാണുക്കൾ പൂർണ്ണമായി നീക്കം ചെയ്യുന്നില്ല, മറിച്ച് വളരെ കുറച്ച് മാത്രമുള്ള സൂക്ഷ്മാണുക്കൾ ചില ജനിതക വ്യതിയാനങ്ങൾക്ക് വിധേയമായി ആൻറ്റിബയോട്ടിക്കുകളോട് പ്രതിപ്രവർത്തിക്കാനുള്ള ശക്തി ആർജിക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിലവിലുള്ള മരുന്നുകൾ ഒന്നും തന്നെ പല അസുഖങ്ങൾക്കും ഫലപ്രദമാകാതെ വരുന്ന ഒരവസ്ഥ സൃഷ്ടിക്കപ്പെടാം. അതിനാൽ ആൻറ്റിബയോട്ടിക്സ് ഹാൻഡിൽ വിത്ത് കെയർ എന്ന ആശയമാണ് ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനായി നമ്മൾ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമതായി, വിദഗ്ധമായ പരിശോധനകൾക്ക് ശേഷം ഒരു ഡോക്ടർ നിർദ്ദേശിച്ചാൽ മാത്രം ആൻറ്റിബയോട്ടിക് ഗുളികകൾ കഴിക്കുക, മറിച്ച് ഫാർമസികളിൽ നിന്ന് നേരിട്ട് വാങ്ങി കഴിക്കാതിരിക്കുക. അതുപോലെ ഡോക്ടറുടെ കുറിപ്പടി കൃത്യമായി അനുസരിച്ച് അതേ അളവിൽ കൃത്യമായ ഇടവേളകളിൽ കാലാവധിയിൽ കഴിക്കുക. രണ്ടാമതായി, നമുക്ക് ലഭിച്ച ആൻറ്റിബയോട്ടിക് ഗുളികകൾ മറ്റു രോഗികളുമായി പങ്കുവയ്ക്കാതിരിക്കുക. മൂന്നാമതായി, ബാക്കി മരുന്ന് സൂക്ഷിച്ചു വെച്ച് പിന്നീട് ഉപയോഗിക്കുന്ന പ്രവണത ഒഴിവാക്കുക. നാലാമതായി, മറ്റാർക്കെങ്കിലും നിർദ്ദേശിച്ച ആൻറ്റിബയോട്ടിക് ഗുളികകൾ ഡോക്ടറുടെ അനുമതി ഇല്ലാതെ സ്വീകരിക്കാതിരിക്കുക. അഞ്ചാമതായി, നാം കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകളെ പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഡോക്ടറോടോ ഫാർമസിസ്റ്റിനോടോ ചോദിച്ച് സംശയം മാറ്റിയതിനു ശേഷം കഴിക്കുക. അങ്ങനെ നാം എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് തടയുവാനും ഭാവി തലമുറയ്ക്ക് ഉപകാരപ്രദമായ മരുന്നുകൾ സംരക്ഷിക്കാനും സാധിക്കുകയുള്ളൂ. ഇതുവരെ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി.